everyone, welcome back to my channel NCRT Malayalam. In today's class, we will be discussing on Class 10 NCRT Chapter 4 Economics, okay, the globalization and the Indian economy, okay. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇത് അടുത്ത ഹെഡിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ദാറ്റ് വി ഹാവ് എനേബിൾഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷൻ എനേബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ടെക്നോളജി. അപ്പോൾ ടെക്നോളജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റാപ്പിഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടെക്നോളജി ഹാവ് ബീൻ വൺ മേജർ ഫാക്ടർ ദാറ്റ് ഹാസ് സ്റ്റിമുലേറ്റഡ് the globalization process. For instance, the past 50 years have several improvements in transportation technology. This has made much faster delivery of goods across long distances possible at lower cost. അപ്പോൾ ടെക്നോളജിയാണ് മെയിനായിട്ട് ഈ ഒരു ഡീക്കേഡിലൂടെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഗ്ലോബലൈസേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ലോ കോസ്റ്റിൽ ഇങ്ങനെ എത്തിക്കാനൊക്കെ നമുക്ക് ടെക്നോളജി പറ്റിയല്ലേ. കാരണം നമുക്ക് ഈ ഒരു മീം അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റുന്നുണ്ട്, വി ഹാവ് സീൻ എ ഗ്രേറ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. നമ്മൾ ഒരുപാട് ട്രാൻസ്പോർട്ടേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി. പണ്ടൊക്കെ ആൾക്കാർ ബാർട്ടർ സിസ്റ്റം നടത്തിയിരുന്ന കാലഘട്ടത്ത് കാൽനടയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഓൺ ഒരു ബെയർ ഫൂട്ട്. പിന്നെ എന്ത് ചെയ്യും, ചക്രം കണ്ടുപിടിച്ചപ്പോൾ വലിയ വലിയ ആയിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഫോം ചെയ്തപ്പോൾ നമുക്ക് എന്തായി, ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഈസിയായി, ഗുഡ്സ് ക്യാരിയറും ഈസിയായി അല്ലേ. അപ്പോൾ ഇതാ കണ്ടെയ്നേഴ്സ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നൊരു കോളം കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഗുഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ദാറ്റ് ക്യാൻ ബി ലോഡഡ് ഇൻടാക്ട് ഇൻ ടു ഷിപ്സ്, റെയിൽവേസ്, പ്ലെയിൻസ് ആൻഡ് ട്രക്സ്. Containers have led to huge reduction in port handling costs and increases the speed which exports can reach markets. Similarly, the cost of air transport has fallen. This has enabled much greater volumes of goods being transported by airlines. Okay. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഗുഡ്സൊക്കെ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് കണ്ടെയ്നറുകളിലൂടെ ആയിരുന്നു. അതെന്ന് പറയുമ്പോൾ വലിയ വലിയ ട്രക്കുകൾ, പ്ലെയിനുകൾ, റെയിൽവേ ഷിപ്പിലൂടെയൊക്കെയാണ് പോവുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, വലിയ വലിയ കണ്ടെയ്നേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാകും, കാർഗോ ഒക്കെ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സൊക്കെ. അതൊക്കെ അതിലൊക്കെയായിരുന്നു മെയിനായിട്ട് ഗുഡ്സൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഈ കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും ഹാവ് ലെഡ് ടു ഹ്യൂജ് റിഡക്ഷൻ ഇൻ പോർട്ട് ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് സ്പീഡ് വിത്ത് വിച്ച് എക്സ്പോർട്ട്സ് ക്യാൻ റീച്ച് മാർക്കറ്റ്സ്. അപ്പം ഈ ഒരു കണ്ടെയ്നേഴ്സ് കാരണം നമുക്കൊരു പോർട്ടിൽ നിന്ന് വേറൊരു പോർട്ടിലേക്കുള്ള എത്തിക്കുന്ന ആ ഒരു ടൈമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ മാർക്കറ്റ്സിലൊക്കെ അത് വേഗം തന്നെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്ലൈറ്റിലൂടെ, എയർലൈൻസിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന കോസ്റ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുഡ്സൊക്കെ അവിടെ എയർലൈൻസ് വഴി നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഈവൻ മോർ റിമാർക്കബിൾ ഹാവ് ബീൻ ദി ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ ഈ ഒരു ടെക്നോളജി, ഈ ഒരു ചക്രത്തിൻ്റെയും കാര്യത്തിൻ്റെ ടെക്നോളജികൾ പോലെ തന്നെയായിരുന്നു ഇൻഫർമേഷൻ ആൻഡ് IT ടെക്നോളജിയിലേക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റ്. അതായത് ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ എക്സ്പാൻഷൻ കൂടി, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസായി, ഫാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പോയി, ഓരോരോ കാര്യങ്ങളൊക്കെ ഇമെയിലിൽ വോയിസ് മെയിലൊക്കെ ആയിട്ട് സെൻഡ് ചെയ്യാൻ തുടങ്ങി. വോയിസ് മെയിലും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നെഗ്ലിജിബിൾ കോസ്റ്റിൽ അത് ആണ്. അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോരോ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ടെക്നോളജി, IT കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി ഫീൽഡിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. ഓക്കെ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, അടുത്തൊരു ബോക്സിലുണ്ട് യൂസിങ് IT ഇൻ ഗ്ലോബലൈസേഷൻ. നമുക്ക് IT യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താ, എ ന്യൂസ് മാഗസിൻ പബ്ലിഷ്ഡ് ഫോർ ലണ്ടൻ റീഡേഴ്സ് ഇസ് ടു ബി ഡിസൈൻഡ് ആൻഡ് പ്രിൻറ്റഡ് ഇൻ ഡൽഹി. അപ്പോൾ ലണ്ടൻ റീഡേഴ്സിന് കൊടുക്കുന്ന ഒരു ന്യൂസ് മാഗസിൻ എന്ന് പറയുമ്പോൾ ഡൽഹിയിലാണ് പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ദ ടെക്സ്റ്റ് ഓഫ് ദ മാഗസിൻ ഈസ് സെൻഡ് ത്രൂ ഇൻ്റർനെറ്റ് ടു ഡൽഹി ഓഫീസ്. അപ്പോൾ അവർക്ക് വേണ്ട ടെക്സ്റ്റ് ഡൽഹിയിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് എന്ത് ചെയ്യും, ഡൽഹിയിലേക്ക് ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി അയക്കും. ഈ ഡൽഹിയിലെ ഡിസൈനേഴ്സൊക്കെ അതൊക്കെ നോക്കി പഠിച്ചിട്ട് എന്ത് ചെയ്യും, the designers in the Delhi office get orders on how to design the magazine from the office in London using telecommunication facilities. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് വഴി ലണ്ടനിലെ ആ ഒരു ഓണേഴ്സൊക്കെ എങ്ങനെയാണ് അവർക്ക് വേണ്ടതെന്നുള്ള രീതിയിലൊക്കെ അവരെ കോൺടാക്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ. The designing is done on a computer. ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലായിരുന്നു. പ്രിൻറ്റിങ് ദ മാഗസിൻ ആർ സെൻഡ് ബൈ എയർ ടു ലണ്ടൻ. അപ്പോൾ മാഗസിനൊക്കെ എയർ വഴിയാണ് ലണ്ടനിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഈവൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി ഫോർ ഡിസൈനിങ് ആൻഡ് പ്രിൻറ്റിങ് ഫ്രം എ ബാങ്ക് ഇൻ ലണ്ടൻ ടു എ ബാങ്ക് ഇൻ ഡൽഹി ഈസ് ഡൺ ഇൻസ്റ്റൻ്റ്ലി ത്രൂ ഇൻ്റർനെറ്റ് ഓർ ബാങ്കിങ് അല്ലേ. ഒരു സ്ഥലത്ത് അവിടുത്തെ, അപ്പോൾ ഇതിന് അവരെന്ത് ചെയ്യും, പാരിതോഷികമായിട്ട് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലണ്ടനിലുള്ള ബാങ്കിൽ നിന്ന് അവരെന്ത്
എന്ത് ചെയ്യും, ഡൽഹിയിലെ ബാങ്കിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യും ഇൻ്റർനെറ്റ് വഴി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം എത്രത്തോളമാണ് IT ഗ്ലോബലൈസേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ലിബറലൈസേഷൻ ഓഫ് ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ലെറ്റ് us see ദാറ്റ് എക്സാമ്പിൾസ് ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ചൈനീസ് ടോയ്സ് ഇൻ ഇന്ത്യ അല്ലേ. ഈ ചൈനീസ് ടോയ്സിൻ്റെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഏകദേശം ഇവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അതിൻ്റേതായിട്ടുള്ള ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ ടോയ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബയേഴ്സിന് എന്ത് ചെയ്യും, ഒരുപാട് ഹയർ പ്രൈസസിലൊക്കെ ഈ ഒരു ടോയ്സൊക്കെ വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ ഈ ഒരു ബിസിനസ്സൊക്കെ ഇങ്ങനെ തകരാറിലായിട്ടുണ്ടാകും. അപ്പോൾ ചൈന വിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ്സ് അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ട്സൊക്കെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചൈന മാർക്കറ്റ്സ് ഓട്ടോമാറ്റിക്കലി ചൈന പ്രൊഡക്ട്സ് ഇന്ത്യയിൽ എത്തുന്നത് കുറയും. അപ്പോൾ ഇന്ത്യൻ ടോയ് മേക്കേഴ്സിന് കുറച്ചും കൂടെ പ്രോസ്പെർ ആവാൻ പറ്റും. ഓക്കെ, സോ ടാക്സ് ഓൺ ഇമ്പോർട്ട്സ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ട്രേഡ് ബാരിയർ. അപ്പോൾ ട്രേഡ് ബാരിയറിനുള്ള ഒരു എക്സാമ്പിളാണ് ടാക്സ് കൊടുക്കുക അല്ലേ. ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഗുഡ്സ് കാര്യങ്ങളും കുറയും. അപ്പോൾ ഗവൺമെൻറ് ക്യാൻ യൂസ് ട്രേഡ് ബാരിയേഴ്സ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓർ റെഗുലേറ്റ് ദ ഫോറിൻ ട്രേഡ് ആൻഡ് ടു ഡിസൈഡ് വാട്ട് കൈൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് ഹൗ മച്ച് ഓഫ് വിച്ച് ഷുഡ് കം ഇൻ ടു ദ കൺട്രി. അപ്പോൾ ഗവൺമെൻറ്റിന് ഒരു നിശ്ചിത കണക്കുണ്ട് എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും എത്രത്തോളം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണക്കൊക്കെ ഉണ്ട്. So Indian government after independence had put barriers to foreign trade and foreign investment. So Indian government ഇൻഡിപെൻഡൻസിന് ശേഷം ഇങ്ങനത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പുട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള ഈ ഓരോ ട്രേഡേഴ്സിനെയൊക്കെ അവർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ അലൗഡ് ഇമ്പോർട്ട്സ് ഓഫ് എസെൻഷ്യൽ ഐറ്റംസ്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ഈ പൈസയൊക്കെ ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ തുടങ്ങി. അതായത് അത്യാവശ്യം വേണ്ട മെഷീനറീസ്, ഫെർട്ടിലൈസേഴ്സ്, പെട്രോളിയം പ്രോഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രം അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് 1991 ആയപ്പോഴേക്ക് തന്നെ ഏകദേശം ഈ ഒരു പോളിസീസൊക്കെ ഇന്ത്യയിൽ ഉണ്ടാവാൻ തുടങ്ങി. ഗവൺമെൻറ് എന്ത് ചെയ്യും, ഡിസൈഡഡ് ദാറ്റ് ദി ടൈം ഹാഡ് കം ഫോർ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് ടു കോമ്പീറ്റ് വിത്ത് പ്രൊഡ്യൂസേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി വെച്ചാൽ ഇപ്പോഴാണ് ഇങ്ങനെ പ്രൊഡക്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് വേറെയുള്ള ട്രേഡേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ കുറച്ചും കൂടി ഇവരുടെ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർക്ക് തന്നെ അത് ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് ദിസ് ഡിസിഷൻ വാസ് സപ്പോർട്ടഡ് ബൈ പവർഫുൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഡിസിഷനൊക്കെ പവർഫുൾ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ദിസ് ബാരിയേഴ്സ് ഓൺ ഫോറിൻ ട്രേഡ് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വർ റിമൂവ്ഡ് ടു എ ലാർജർ എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഫോറിൻ ട്രേഡ് അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മുകളിലുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവരെന്ത് ചെയ്തു, ഇങ്ങനെ അബോളിഷ് ചെയ്തു അല്ലെങ്കിൽ എടുത്തു കളഞ്ഞു. അങ്ങനെ ഒരുപാട് ഗുഡ്സൊക്കെ ഇന്ത്യയിലേക്ക് വന്നു, ഇമ്പോർട്ട് ചെയ്തു, എക്സ്പോർട്ട് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. റിമൂവിങ് ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻ സെറ്റ് ബൈ ദി ഗവൺമെൻറ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ലിബറലൈസേഷൻ. അപ്പോൾ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ എക്സ്പോർട്സിനൊക്കെ റിമൂവിങ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ ഒഴിവാക്കുക, റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക എന്നതിനാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. റിമൂവിങ് ബാരിയേഴ്സ് ഓർ റെസ്ട്രിക്ഷൻ സെറ്റ് ബൈ ഗവൺമെൻറ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലിബറലൈസേഷൻ. With liberalization of trade, businesses are allowed to make decisions freely about what they wish to import or export. അപ്പോൾ അവർക്ക് എന്താ ഫ്രീ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അലോ ചെയ്യാൻ പറ്റും. ലിബറലൈസേഷൻ അലോ ചെയ്തു. ദ ഗവൺമെൻറ് ബിഫോർ മച്ച് ലെസ് റെസ്ട്രിക്ഷൻസ് ക്യാൻ ബിഫോർ ആൻഡ് ഈസ് ദെയർഫോർ സെറ്റ് ടു ബി മോർ ലിബറൽ. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, കുറച്ച് റെസ്ട്രിക്ഷൻസ് കുറച്ചു, കുറച്ചും കൂടെ എന്തായി ലിബറലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇത്രേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. മെയിനായിട്ട് നമ്മൾ IT കുറിച്ചും ടെക്നോളജിനെ കുറിച്ചും അതുപോലെ തന്നെ ലിബറലൈസേഷനെ കുറിച്ചാണ് പഠിച്ചത്. സോ ദാറ്റ്സ് ഓൾ. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു എവറി വൺ.